ഏറെക്കാലമായി ചർച്ച ചെയ്യുകയും അവലോകനം നടത്തുകയും ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ മൊബൈൽ ടവറുകളും അവയുടെ റേഡിയേഷനും. ഇന്ത്യയിലെ നിരവധി ഹൈക്കോടതികൾ ഈ വിഷയത്തിനെ ഉപസംഹരിച്ചത് നാളിതുവരെയുള്ള പഠനങ്ങൾക്ക് ശേഷവും മൊബൈൽ ടവറുകളിൽ നിന്നുമുള്ള റേഡിയേഷൻ ദോഷകരമാണെന്ന് സ്ഥിരീകരിക്കാൻ തക്കതായ തെളിവുകൾ ലഭ്യമല്ല എന്നാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നോൺ അയോണൈസിംഗ് ആയ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ എക്സ്റേ, ഗാമ പോലുള്ള ദോഷകരമായ അയോണൈസിംഗ് രശ്മികളല്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകളിൽ നിന്നും വരുന്ന റേഡിയേഷൻ നിർദോഷകരമാണ്. ടവറുകളേക്കാൾ അടുത്താണ് മൊബൈൽ ഫോണുകൾ എന്ന വസ്തുത നിലനിൽക്കെ ഉപഭോക്താവ് റേഡിയേഷനെ ഭയക്കേണ്ടതില്ല. മൊബൈൽ ടവറുകൾ റേഡിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മൊബൈൽ ഫോണുകളും റേഡിയേറ്റ് ചെയ്യുന്നത്. ഇവ രണ്ടും ചേർന്നതാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകൾക്കും SAR സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് വാല്യൂ 1.6 വാട്ട്സ് പെർ kg എന്ന പരിധി വച്ചിരിക്കുന്നത്. WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ICNIRP അഥവാ ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ നോൺ അയണൈസിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷനുമാണ് ലോകത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അഥവാ EMF റേഡിയേഷൻ പരിധി നിശ്ചയിക്കുന്നത്. അതുപ്രകാരം ഒരു പ്രദേശത്ത് ടവർ എത്രയുണ്ടെങ്കിലും 2G, 3G, 4G എന്നീ ടെക്നോളജികൾ എത്രയുണ്ടെങ്കിലും നിർദോഷകരമായ EMF റേഡിയേഷൻ പരിധി 4500 മില്ലി വാട്ട്സ് പെർ മീറ്റർ സ്ക്വയറായി WHOയും ICNIRPയും ചേർന്ന് നിശ്ചയിച്ചിരിക്കുന്നു. 2008 ഇന്ത്യൻ ഗവൺമെന്റിന്റെ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ആ നിലവാരം അംഗീകരിച്ചു. 2012 ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം EMF റേഡിയേഷന്റെ എക്സ്പോഷർ പരിധി ICNIRPയുടെ 10-1 എന്ന നിരക്കിൽ കർശനമാക്കിയതോടെ ഇന്ത്യ ആഗോള മാനദണ്ഡങ്ങളെക്കാൾ 10 മടങ്ങ് ഈ നിലവാരം കർശനമാക്കി. അതായത് ICNIRP ലോകരാജ്യങ്ങളിൽ അംഗീകരിച്ച 4500 മില്ലി വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ എന്ന പരിധി ഇന്ത്യയിൽ 450 മില്ലി വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ എന്നാക്കി പുനർനിശ്ചയിച്ച് കൂടുതൽ കർശനമാക്കി. അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിസിനൽ റിസർച്ച്, ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പ്രമുഖർ അടങ്ങിയ ഉന്നതതല ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവൺമെന്റ് ഈ തീരുമാനത്തിലെത്തിയത്. കർശനമായ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുകൊണ്ട് മൊബൈൽ ടവറുകൾക്ക് സ്കൂൾ, ആശുപത്രി, റെസിഡൻഷ്യൽ ഏരിയ എന്നിവയിൽ നിന്നും ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല. 2014 ഗവൺമെന്റ് ഇത് വീണ്ടും അവലോകനം ചെയ്യുകയും നിലവിലുള്ള EMF എക്സ്പോഷർ പരിധി തന്നെ കൂടുതൽ കർശനമായതിനാൽ വീണ്ടും മാറ്റങ്ങൾ ആവശ്യമില്ലെന്നും തീരുമാനിച്ചു. DOT അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന് കീഴിലുള്ള ടെലികോം എൻഫോഴ്സ്മെന്റ് റിസോഴ്സ് മോണിറ്ററിംഗ് സെൽ അഥവാ ടേം സെൽ ആണ് EMF റേഡിയേഷൻ പരിധി പരിശോധിക്കുന്നതിനുള്ള ഇന്ത്യയിലെ സ്ഥാപനം. കേരളത്തിലെ ടേം സെൽ ഓഫീസ് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ടേം സെൽ യൂണിറ്റുകൾ നിരന്തരമായി നടത്തിവരുന്ന ഓഡിറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ നാളിതുവരെ കേരളത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടില്ല. നിയമം ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഒരു BTSന് 10 ലക്ഷം രൂപ പിഴയും BTS ഷട്ട് ഡൗൺ തുടങ്ങിയ തുടർ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും. എല്ലാ ഉപഭോക്താക്കൾക്കും മൊബൈൽ ടവർ ശൃംഖലകൾ, അവയുടെ സ്റ്റാറ്റസ്, ടെംസെൽ ഓഡിറ്റ് വിവരങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാക്കുന്ന നാഷണൽ EMF പോർട്ടൽ അഥവാ NEP പോർട്ടൽ DOT നിർമ്മിച്ചിട്ടുണ്ട്. DOTയുടെ NEP പോർട്ടൽ വഴി ഒരു ഉപഭോക്താവിന് തന്റെ വാസസ്ഥലത്ത് ഓഡിറ്റ് നടത്താനായി ടേം സെല്ലിനോട് അപേക്ഷിക്കാം. അതിന് നിശ്ചിത ഫീ അടയ്ക്കാനും പോർട്ടലിൽ സൗകര്യമുണ്ട്. കേരളത്തിലെ എല്ലാ മൊബൈൽ ടവറുകളുടെയും സിഗ്നലുകൾ EMF എക്സ്പോഷർ പരിധിക്കുള്ളിലാണ്. ടേം സെൽ അത് ഉറപ്പുവരുത്തുന്നുണ്ട്. ആയതിനാൽ പൊതുജനത്തിന് ആശങ്കപ്പെടേണ്ടതില്ല. മൊബൈൽ ടവർ റേഡിയേഷനുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾക്ക് DOT വെബ്സൈറ്റിലെ ജേർണി ഫോർ EMF ലിങ്ക് ക്ലിക്ക് ചെയ്യുക.